ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പോളിംഗ് പുരോഗമിക്കുന്നു. ശക്തമായ സുരക്ഷയാണ് കേന്ദ്രഭരണ പ്രദേശത്ത് ഒരുക്കിയിരിക്കുന്നത്. പ്രമുഖർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നുണ്ട്. കേന്ദ്രമന്ത്രിമാരായ എസ് ജയശങ്കർ, ഹർദീപ് സിംഗ് പുരി എന്നിവർ രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തി. BJP MP ബസൂരി ശിവരാജ് ജൻപഥിലാണ് സമ്മതിദാനാവകാശം വിനിയോഗിച്ചത്. നിർമ്മൻ ഭവനിലെ പോളിംഗ് സ്റ്റേഷനിലായിരുന്നു പ്രതിപക്ഷ നേതാവ് രാഹുലിൻ്റെ സമ്മതിദാന അവകാശം. വിവരങ്ങളുമായി ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, ഡൽഹി ഇന്ന് പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുന്നു. രാവിലെ പൊതുവെ തണുപ്പ് കാലാവസ്ഥയായതിനാൽ മന്ദഗതിയിൽ തന്നെ ആയിരിക്കുമല്ലോ രാവിലെ പോളിംഗ്. എല്ലാ സ്ഥലങ്ങളിലും ക്രമസമാധാന നില ഒക്കെ ഭദ്രമെന്ന് കരുതുന്നു. കൂടുതൽ വിവരങ്ങൾ. വിനോദേ, ഡൽഹിയിൽ വോട്ടെടുപ്പ് ഇപ്പോൾ ഏതാണ്ട് 2 മണിക്കൂർ പിന്നിടുന്ന ഘട്ടത്തിൽ കൂടുതൽ ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങുകയാണ്. ഞാൻ നിൽക്കുന്നത് നിർമ്മാൺ ഭവനിലെ ഒരു പ്രധാനപ്പെട്ട പോളിംഗ് സ്റ്റേഷനാണ്. ഇവിടെ ഇപ്പോൾ ന്യൂഡൽഹിയിലെ BJPയുടെ സ്ഥാനാർത്ഥി പർവേഷ് സിംഗ് വർമ്മ അദ്ദേഹം വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അദ്ദേഹം പോളിംഗ് ബൂത്തിനകത്തേക്ക് ഇപ്പോൾ കയറിയിരിക്കുകയാണ്. പുറത്തിറങ്ങിയതിന് ശേഷം ഒരുപക്ഷെ അദ്ദേഹം മാധ്യമങ്ങളോട് സംസാരിക്കുമെന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അല്പസമയം മുമ്പ് ഈ ബൂത്തിൽ തന്നെ, നിർമ്മാൺ ഭവനിലെ ഈ ബൂത്തിൽ തന്നെയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ എത്തിയത്. അതിനുശേഷം ഇപ്പോൾ ന്യൂഡൽഹി മണ്ഡലത്തിലെ BJPയുടെ സ്ഥാനാർത്ഥിയും ഇവിടേക്ക് വോട്ട് ചെയ്യാനായി എത്തിയിരിക്കുന്നു. പോളിംഗ് ബൂത്തിനകത്തേക്ക് ഇപ്പോൾ അദ്ദേഹം കടന്നിരിക്കുകയാണ്. അതിനുശേഷം ഒരുപക്ഷെ മാധ്യമങ്ങളോട് അദ്ദേഹം സംസാരിക്കുമെന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും രാവിലെ തന്നെ പ്രമുഖ വ്യക്തികൾ ഓരോരുത്തരായി രാവിലെ തന്നെ വോട്ട് രേഖപ്പെടുത്തുവാൻ എത്തുന്ന കാഴ്ച നമുക്ക് ഡൽഹിയിൽ കാണാമായിരുന്നു. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കുന്ന ഘട്ടത്തിൽ തണുപ്പ് കാലമായതിനാൽ അല്പം മന്ദഗതിയിലാണ് വോട്ടെടുപ്പ് തുടങ്ങിയതെങ്കിലും ഇപ്പോൾ കൂടുതൽ ഊർജ്ജസ്വലമായി, പ്രത്യേകിച്ച് ഇന്നിപ്പോൾ സർക്കാർ ജോലിക്കാരും ഒക്കെ രാവിലെ തന്നെ വന്ന് വോട്ട് ചെയ്യുന്നുണ്ട്. കാരണം അതിനുശേഷം അവർക്ക് ഡ്യൂട്ടിക്ക് പോകേണ്ടതാണ്. ഇന്നൊരു പ്രവൃത്തി ദിവസമാണ്. അതിനാൽ രാവിലെ തന്നെ ഉദ്യോഗസ്ഥ തലത്തിലുള്ളവരൊക്കെ വോട്ട് ചെയ്യാൻ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്നു. ഒപ്പം പ്രമുഖ വ്യക്തികളും സ്ഥാനാർത്ഥികളും രാഷ്ട്രീയ പാർട്ടികളുടെ പ്രധാനപ്പെട്ട ചുമതലകളിൽ ഇരിക്കുന്നവരുമെല്ലാം ഏതാണ്ട് 8 മണിയോടുകൂടി തന്നെ വോട്ട് ചെയ്യാനായി വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് എത്തുന്നു. ഏതാണ്ട് 1.53 കോടി വോട്ടർമാരാണ് രാജ്യ തലസ്ഥാനത്ത് ഉള്ളത്. ഇവർക്കായി 13,133 പോളിംഗ് സ്റ്റേഷനുകൾ ഡൽഹിയുടെ വിവിധ ഭാഗങ്ങളിലായി സജ്ജീകരിച്ചിട്ടുണ്ട്. ഇവിടെയെല്ലാം രാവിലെ 7 മുതൽ വൈകിട്ട് 6 വരെയാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. നമുക്കറിയാം, ഈ തെരഞ്ഞെടുപ്പ് അതിശക്തമായ പോരാട്ടത്തിന് രാജ്യ തലസ്ഥാനം സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ കാലഘട്ടമാണ് കടന്നുപോയത്. BJPയെ സംബന്ധിച്ചിടത്തോളം 27 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഡൽഹിയിൽ അധികാരം പിടിക്കുവാനുള്ള ശ്രമം നടത്തുന്നു. 1998 ശേഷം BJP ഡൽഹിയിൽ അധികാരത്തിൽ വന്നിട്ടില്ല. പിന്നീട് കോൺഗ്രസും അതിനുശേഷം ആം ആദ്മി പാർട്ടിയുടെ ഭരണവുമാണ് രാജ്യ തലസ്ഥാനത്ത് നിലനിൽക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഭാരതത്തിന്റെ എല്ലാ മേഖലകളിലും വലിയ ആധിപത്യം സ്ഥാപിക്കാൻ കഴിയുന്നു. ഏതാണ്ട് 20ഓളം 31 നിയമസഭകൾ നമ്മുടെ രാജ്യത്തുള്ളതിൽ 20ഓളം സംസ്ഥാനങ്ങളുടെ ഭരണം നിലവിൽ BJP നേതൃത്വം നൽകുന്ന NDAയുമാണ്. പക്ഷേ എന്നിട്ടും നാഷണൽ ക്യാപിറ്റലിൽ ഭരണം പിടിക്കാൻ നരേന്ദ്രമോദി യുഗത്തിൽ കഴിയുന്നില്ല എന്നത് BJPയെ സംബന്ധിച്ചിടത്തോളം ഒരു തലവേദനയായിരുന്നു. അതിനാൽ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലാ അർത്ഥത്തിലും മേൽക്കോയ്മ നേടിക്കൊണ്ട്, അതായത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലുമൊക്കെ അടുത്ത കാലത്ത് നേടിയതുപോലെ ഏതാണ്ടൊരു 3-2 ഭൂരിപക്ഷത്തോടു കൂടിയുള്ളൊരു വിജയമാണ് ഡൽഹിയിൽ BJP ഈ തവണ ലക്ഷ്യമിടുന്നത്. അതിനാൽ തന്നെ അതിശക്തമായ പ്രചരണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഒക്കെ ഉൾപ്പെടെയുള്ള നേതാക്കൾ രംഗത്തിറക്കിയുള്ള അതിശക്തമായ പ്രചരണം BJP നടത്തി. ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിരോധത്തിൽ നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ഈ തെരഞ്ഞെടുപ്പ് കടന്നുപോകുന്നത്. പാർട്ടിയുടെ സ്ഥാപക നേതാക്കളായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളും അതോടൊപ്പം തന്നെ മനീഷ് സിസോദിയയും ഉൾപ്പെടെയുള്ളവർ വിവിധ കേസുകളിൽ, പ്രത്യേകിച്ച് ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ട് ജയിലിലേക്ക് പോകുന്ന പശ്ചാത്തലം നമുക്കറിയാവുന്നതാണ്. അങ്ങനെ അഴിമതിയും ഉൾപാർട്ടി പ്രശ്നങ്ങളും സംഘടനയ്ക്കകത്ത് തന്നെ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങൾ, കെജ്രിവാളിനെതിരെ പുതിയ തലമുറയിലെ നേതാക്കൾ രംഗത്ത് വന്നത്, ഇത്തരം വലിയ പ്രതിസന്ധി നിൽക്കുന്ന ഒരു ഘട്ടത്തിലാണ് ആം ആദ്മി പാർട്ടി ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് എന്നത് ഒരു വസ്തുതയാണ്. എങ്കിലും തങ്ങൾ സൗജന്യമായി ഇലക്ട്രിസിറ്റി നൽകിയെന്നും സൗജന്യമായി കുടിവെള്ളം നൽകിയതും ഉൾപ്പെടെയുള്ള ഫ്രീ ബീസ് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള പ്രചരണം കെജ്രിവാളും സംഘവും നടത്തുന്നുണ്ടായിരുന്നു. അത്തരത്തിൽ അതിശക്തമായ മത്സരം രാജ്യ തലസ്ഥാനത്ത് ആകെയുള്ള 70 മണ്ഡലങ്ങളിലും നടന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്.
2015-ലും 2020-ലും ആം ആദ്മി പാർട്ടിയുടെ ഏകപക്ഷീയമായ ഒരു വിജയമാണ് സംഭവിച്ചതെങ്കിൽ ഈ പ്രചരണ കാലയളവ് അങ്ങനെയായിരുന്നില്ല. അതിശക്തമായ പ്രചരണം BJPക്കും ആം ആദ്മി പാർട്ടിക്കും ഇടയിൽ നടന്നു. അതിനാൽ ഒരു ടൈറ്റ് മത്സരം രണ്ട് രാഷ്ട്രീയ പാർട്ടികളും കാഴ്ചവെക്കുന്നു എന്നതാണ് വസ്തുത. ഞാൻ നിൽക്കുന്ന നിർമ്മാൺ ഭവനിലെ വിശേഷങ്ങളിലേക്ക് എത്തുകയാണെങ്കിൽ അല്പസമയത്തിനകം ഈ വോട്ട് രേഖപ്പെടുത്തിയ ശേഷം സാഹിബ് സിംഗ് പുറത്തേക്ക് ഇറങ്ങും. അദ്ദേഹം മാധ്യമങ്ങളോട് എന്താണ് പറയുക എന്നത് സംബന്ധിച്ച് നമുക്ക് കാത്തിരുന്ന് കാണാം. അദ്ദേഹം ന്യൂഡൽഹി മണ്ഡലത്തിലെ BJP സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അരവിന്ദ് കെജ്രിവാൾ ജനവിധി തേടുന്നതും ന്യൂഡൽഹി മണ്ഡലത്തിലാണ്. ഇവിടുത്തെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി ഷീല ദീക്ഷിത്തിന്റെ മകൻ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ ഡൽഹിയിലെ മുഖമായിട്ടുള്ള സന്ദീപ് ദീക്ഷിത്താണ്. അങ്ങനെ ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന അല്ലെങ്കിൽ മൂന്ന് സ്ഥാനാർത്ഥികളും വളരെ ശ്രദ്ധേയമായ മൂന്ന് വ്യക്തിത്വങ്ങളാണ് എന്നതാണ് ന്യൂഡൽഹി നിയമസഭാ മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത. അതിനാൽ തന്നെ ശക്തമായ മത്സരം ന്യൂഡൽഹിയിൽ നടക്കുന്നുണ്ട്. സാഹിബ് സിംഗ് വർമ്മയെ സംബന്ധിച്ച് പർവേസ് വർമ്മയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഡൽഹിയിലെ ഒരു മുഖമാണ്. 3 തവണ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവ് സാഹിബ് സിംഗ് വർമ്മ ഡൽഹിയിലെ BJPയുടെ രണ്ടാമത്തെ മുഖ്യമന്ത്രിയായിരുന്നു. അങ്ങനെ രാജ്യ തലസ്ഥാനത്ത് ജനങ്ങൾക്കിടയിൽ നിർണായക സ്വാധീനമുള്ള BJP രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖ മുഖങ്ങളിൽ ഒന്നാണ് പർവേസ് സിംഗ് സാഹിബ് വർമ്മ എന്നത്. അതിനാൽ തന്നെ അദ്ദേഹത്തെ ന്യൂഡൽഹിയിൽ അരവിന്ദ് കെജ്രിവാളിനെതിരെ BJP രംഗത്ത് ഇറക്കുകയായിരുന്നു. ഈ ന്യൂഡൽഹിയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ കെജ്രിവാൾ ഏകപക്ഷീയമായ വലിയ ഭൂരിപക്ഷത്തോട് വിജയിച്ചുവെങ്കിൽ ഇത്തവണ കെജ്രിവാളിന്റെ അവസ്ഥ തന്നെ ന്യൂഡൽഹി മണ്ഡലത്തിൽ ചോദ്യം ചെയ്യപ്പെടുന്നു എന്നതാണ് ഏറെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. കാരണം പർവേസ് സാഹിബ് സിംഗ് വലിയ വെല്ലുവിളി അരവിന്ദ് കെജ്രിവാളിന്റെ ന്യൂഡൽഹി മണ്ഡലത്തിൽ ഉയർത്തുന്നുണ്ട്. അത്തരത്തിൽ വളരെ ശ്രദ്ധേയമായ ഒരു മണ്ഡലത്തിലെ നിർമ്മാൺ ഭവനിൽ ഇപ്പോൾ BJPയുടെ സ്ഥാനാർത്ഥി വോട്ട് രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. വിനോദ്, അതേപോലെ തന്നെ ഗൗതം, ഇന്ന് നമ്മൾ റിപ്പോർട്ട് ചെയ്തത് ഡൽഹി മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ 2 ഉദ്യോഗസ്ഥരെ ലക്ഷക്കണക്കിന് രൂപ അവരുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുത്തു തുടങ്ങിയ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല. കഴിഞ്ഞ ദിവസം നിശബ്ദ പ്രചാരണം അവസാനിച്ച ദിവസം ഡൽഹി മുഖ്യമന്ത്രി പരസ്യ പ്രചാരണം നടത്തിയെന്നുള്ള തെരഞ്ഞെടുപ്പ് ചട്ട ലംഘനങ്ങളൊക്കെ ഉണ്ട്. അത്തരം കാര്യങ്ങൾ കൂടി ഗൗതം. വിനോദ്, ഇന്നലെയാണ് ഡൽഹി മുഖ്യമന്ത്രി അതീഷിക്കെതിരെ ഡൽഹി പോലീസ് ഒരു കേസ് രജിസ്റ്റർ ചെയ്തത്. കൽക്കാജിയിലാണ് ഡൽഹി മുഖ്യമന്ത്രി അതീഷി ജനവിധി തേടുന്നത്. ഈ മണ്ഡലത്തിൽ MCC നിയമങ്ങൾ തെരഞ്ഞെടുപ്പ് ചട്ടലംഘനം നടത്തുകയും അത് ചട്ടലംഘനമാണ് ചെയ്യരുത് എന്ന് ചൂണ്ടിക്കാണിച്ച 2 ഡൽഹി പോലീസിലെ കോൺസ്റ്റബിൾമാരെ മുഖ്യമന്ത്രിയുടെ അനുയായികൾ മർദ്ദിച്ച ഒരു സാഹചര്യമുണ്ടായി. അതീഷിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടയിലാണ് പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ഈ ഒരു അതിക്രമം ഉണ്ടായത്. ഇതേ തുടർന്നാണ് ഡൽഹി പോലീസ് മുഖ്യമന്ത്രി അതീഷിക്കെതിരെ കഴിഞ്ഞ ദിവസം FIR രജിസ്റ്റർ ചെയ്തത്. ഇത് കൂടാതെയാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ട് പണം വിതരണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇപ്പോൾ പ്രതിക്കൂട്ടിലായിരിക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് BJP ആം ആദ്മിക്കെതിരെ ഉയർത്തിയ വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണം കോളനികളിലും മറ്റും ആം ആദ്മി പാർട്ടി സർക്കാർ സംവിധാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ട്, അതായത് നിലവിൽ ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്നത് ആം ആദ്മിയുടെ സർക്കാരാണ്. അതിനാൽ ആ സംവിധാനത്തെ ഉപയോഗപ്പെടുത്തി ഉദ്യോഗസ്ഥർ തന്നെ നേരിട്ടെത്തി പാവപ്പെട്ട ആളുകൾക്കിടയിൽ പണം നൽകുന്നു. അങ്ങനെ വോട്ടിന് പണം എന്ന നിലയിൽ ഒരു പണാധിപത്യത്തിലേക്ക് ജനാധിപത്യത്തെ അട്ടിമറിക്കുവാൻ ആം ആദ്മി ഡൽഹിയിൽ ശ്രമിക്കുന്നു എന്നത് BJPയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളായിരുന്നു. തെരഞ്ഞെടുപ്പിന്റെ ദിവസം അടുക്കുന്ന ഘട്ടത്തിൽ, അതായത് പരസ്യ പ്രചരണം അവസാനിച്ച് ഇന്നലെ നിശബ്ദ പ്രചരണത്തിന്റെ ദിവസമായിരുന്നു. ഇന്നലെ പല സ്ഥലങ്ങളിലും, പ്രത്യേകിച്ച് താഴെത്തട്ടിലെ ആളുകൾ ജീവിക്കുന്ന സ്ഥലങ്ങളിൽ വ്യാപകമായി തന്നെ ആം ആദ്മിയുടെ നേതാക്കന്മാരും സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ നേരിട്ട് പണം വിതരണം ചെയ്യുന്നു. ഇതിന് നേതൃത്വം നൽകുന്ന സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഉൾപ്പെടെ പല വീഡിയോകളും ഇന്നലെ BJP പുറത്തുവിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനാൽ ജനാധിപത്യത്തെ പണാധിപത്യം ഉപയോഗിച്ചുകൊണ്ട് അതിന്റെ സൗന്ദര്യത്തെ ഇല്ലാണ്ടാക്കാൻ ആം ആദ്മി സർക്കാർ സംവിധാനങ്ങളെ ദുരുപയോഗപ്പെടുത്തി ശ്രമിക്കുന്നു എന്നത് BJPയുടെ ഈ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണങ്ങളിൽ ഒന്നാണ്. അതിനെ ശരിവെക്കുന്ന രീതിയിലുള്ള ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്നു എന്നതാണ് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഘടകം. ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്തായാലും വികസന വിഷയങ്ങളും മറ്റുമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഡൽഹിയെ സംബന്ധിച്ച് BJPയുടെയും കേന്ദ്ര സർക്കാരിന്റെയും ആരോപണം കേന്ദ്ര സർക്കാരിന്റെ പല പദ്ധതികളോടും ഡൽഹി സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയാണ് ആയുഷ്മാൻ ഭാരത്. നമുക്കറിയാം, പാവപ്പെട്ട ജനങ്ങൾക്ക് ഏതാണ്ട് 5 ലക്ഷം രൂപ പ്രതിവർഷം ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതി. അത് 3ാം നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയതോടുകൂടി 70 വയസ്സിന് മുകളിലുള്ള മുഴുവൻ ആളുകൾക്കും ആരോഗ്യ പരിരക്ഷ നൽകുന്ന പദ്ധതിയായി, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ആരോഗ്യ പദ്ധതിയായി
ആയുഷ്മാൻ ഭാരത് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്നാൽ ആ ആയുഷ്മാൻ ഭാരതിനോട് ഡൽഹിയിലെ സർക്കാർ മുഖം തിരിച്ചു നിൽക്കുന്നു. അതിനോട് ചേരാതെ സ്വന്തം നിലയിൽ ആരോഗ്യ പദ്ധതി നടപ്പാക്കുന്നു എന്ന നിലയിലുള്ള നിലപാട് കെജ്രിവാൾ സ്വീകരിച്ചിരുന്നു. അതിനൊരു ഉദാഹരണമായി സർക്കാർ പറയുന്നത് ഇതാണ്. അതായത് കേന്ദ്ര സർക്കാർ മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതികളോട് മുഴുവൻ മുഖം തിരിച്ചു നിൽക്കുകയും ഡൽഹിയുടെ വികസനത്തെ അത് ദോഷകരമായി ബാധിക്കുകയും ചെയ്യുന്നു എന്നതാണ് കേന്ദ്ര സർക്കാരിൻ്റെയും BJPയുടെയും പ്രധാനപ്പെട്ട വിമർശനം എന്നത്. ഇത്തരം കേന്ദ്ര സർക്കാരിനോടുള്ള മുഖം തിരിച്ചു നിൽക്കുന്ന ഈ കേജ്രിവാളിന്റെ മനോഭാവം അല്ലെങ്കിൽ ഡൽഹി സർക്കാരിന്റെ മനോഭാവം ഡൽഹിയുടെ പുരോഗതിയെ വലിയ തോതിൽ പിന്നോട്ടടിക്കുന്നു എന്നും BJP ആരോപിക്കുന്നുണ്ട്. എന്നാൽ മറുഭാഗത്ത് അരവിന്ദ് കെജ്രിവാളും ആം ആദ്മിയും ചൂണ്ടിക്കാണിക്കുന്നത് അനാവശ്യമായി കേന്ദ്ര സർക്കാർ ഡൽഹി വിഷയങ്ങളിൽ ഇടപെടുന്നു, തങ്ങൾക്ക് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാനുള്ള അനുവാദം കേന്ദ്ര സർക്കാർ ഡൽഹിയിൽ നൽകുന്നില്ല, അതാണ് പ്രശ്നങ്ങൾക്ക് കാരണം എന്നതാണ് ഡൽഹിയിൽ അധികാരത്തിലിരിക്കുന്ന സർക്കാരിന്റെ വാദം. എന്തായാലും കേന്ദ്ര സർക്കാരും ഡൽഹി സർക്കാരും തമ്മിലുള്ള കൊമ്പുകോർക്കൽ കൂടി വളരെ ശക്തമായി നടക്കുന്ന ഘട്ടത്തിലാണ് ഈ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കടന്നു പോകുന്നത് എന്ന കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട്. എന്തായാലും അല്പസമയത്തിനകം ഇപ്പോൾ പർവേഷ് സിംഗ് വർമ്മയുടെ പ്രതികരണത്തിനായി മുഴുവൻ മാധ്യമങ്ങളും കാത്തു നിൽക്കുകയാണ്. അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറത്തോട്ട് വരും എന്ന് വേണം പ്രതീക്ഷിക്കാൻ. വളരെ വ്യക്തമാണ് ഗൗതം അനന്തനാരായണൻ. ഡൽഹിയിലാണ് പോളിംഗ് പുരോഗമിക്കുന്നത്. 70 മണ്ഡലങ്ങളിൽ ഇന്ന് രാവിലെ 7 മണിക്ക് തന്നെ തെരഞ്ഞെടുപ്പ് ആരംഭിച്ചു. തണുപ്പ് കാലാവസ്ഥയായതിനാൽ മന്ദഗതിയിലാണ് പോളിംഗ് ആരംഭിച്ചത്. പക്ഷേ ഇപ്പോൾ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാനായി അങ്ങോട്ടേക്ക് എത്തുന്നു. ജനാധിപത്യത്തിൻ്റെ ഉത്സവത്തിൽ എല്ലാ വോട്ടർമാരും പങ്കെടുക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനവും ചെയ്തു. ആം ആദ്മി പാർട്ടി ഭരണം നിലനിർത്താനുള്ള പോരാട്ടമാണ്. വർഷങ്ങൾക്ക് ശേഷം ഭരണം പിടിക്കാൻ വേണ്ടിയിട്ടാണ് BJPയുടെ പോരാട്ടം. വിവരങ്ങൾ നൽകുകയായിരുന്നു ഡൽഹിയിൽ നിന്നും ഗൗതം.